നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു പദത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഓർത്തിരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അത് പ്രാക്ടീസ് ചെയ്ത് വേണം അത് ഓർത്തിരിക്കാൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ മുഴുവനായിട്ട് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ഈ സമയവും കടന്നു പോകും. എന്തുകൊണ്ടാണ് ഓർത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് കടന്നു പോകുമെന്ന് ചിന്തിക്കേണ്ട സമയമുണ്ടല്ലോ. അതായത് മനുഷ്യൻ്റെ ജീവിതമാണ് യിങ് യാങ് എന്ന് പറയും. അതായത് ഉയർച്ചയുണ്ടോ താഴ്ചയുണ്ടോ, വിജയമുണ്ടോ പരാജയമുണ്ടോ, മസ്റ്റാണ്. നോബഡി കൻ അവോയ്ഡ് ദാറ്റ്. ഇപ്പോൾ ഇലോൺ മസ്ക് ഇപ്പോൾ മറ്റേ ടംബ്രൈറ്റ് അടികൂടി ഇപ്പോൾ പുടിൻ പറഞ്ഞിരിക്കുക അങ്ങോട്ട് വേണ്ടി വന്നോ അഭയം നൽകാം. അപ്പോൾ സ്വന്തം നാട്ടിൽ വരുന്ന നിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയോ ഇല്ല, എന്നാലും അവസ്ഥകൾ എല്ലാവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത് ഏത് തലതൊട്ടപ്പനായാലും അതുണ്ട്. സോ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ഈ സമയം കടന്നു പോകും. ഈ സമയം കടന്നു പോകുന്നുള്ള എപ്പോൾ ചിന്തിക്കണം വെച്ചാൽ ഇപ്പം ചിന്തിക്കണം. ഞാനിതാ നിങ്ങളോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിന്തിക്കണം. എപ്പോൾ ചിന്തിക്കണം എന്നുള്ളത് ചിന്തിക്കണം. ഏറ്റവും ദുർബലമായി നിൽക്കുന്ന സമയത്ത് ചിന്തിക്കണം എന്നുള്ളത് ചിന്തിക്കണം. അത് 1 പ്രാവശ്യം 100 പ്രാവശ്യം ഒന്നും പോരാ, 1000 പ്രാവശ്യം ചിന്തിച്ചാലൊക്കെ ആ സമയത്ത് അത് കിട്ടും. മറ്റേതെന്താ ഉണ്ടാവുമെന്ന് അറിയോ? വലിയ മോട്ടിവേഷനൊക്കെ കിട്ടി, ഞാനെല്ലാം സംഭവമാണ് സെറ്റാണെന്നൊക്കെ തോന്നും. പക്ഷേ ചില നിമിഷങ്ങളുണ്ടല്ലോ ഒന്നും നടക്കുന്നില്ല. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ടോട്ടലി ലോസ്റ്റ്, സീറോ എന്നൊക്കെ തോന്നുന്ന അവസ്ഥകളുണ്ട്. തിരിച്ചടികൾ എല്ലാ മനുഷ്യന്മാർക്കുണ്ട്. അങ്ങനത്തെ തിരിച്ചടി കിട്ടുന്ന സമയത്താണ് ഈ ചിന്ത വരേണ്ടത്. ഈ സമയം കടന്നു പോകും. പക്ഷെ അതപ്പോൾ വരില്ല. നെഗറ്റീവ് ചിന്ത ആരംഭിച്ച് കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് ഇങ്ങനെ വരുള്ളൂ. നമ്മുടെ ബ്രെയിൻ്റെ പ്രത്യേകത നെഗറ്റീവുള്ള സമയത്ത് നെഗറ്റീവ് വരുള്ളൂ. അപ്പോൾ നെഗറ്റീവുള്ള സമയത്ത് ഈ ആശ്വാസജനകമായി മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഈ കരുത്തുറ്റ വാക്കുകൾ നമ്മുടെ തലയിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. ഈ സമയം കടന്നു പോകും. ഞാനിപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്നൊരു പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈടായിട്ട് വ്യായാമത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ആവേശമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുമ്പത്തേക്കാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ജീവിതം എന്തോ കൈപ്പിടിയിൽ ഒതുങ്ങിയ പോലെ. പ്രധാനമായിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്: ബോഡി, മൈൻഡ്, സോൾ. ഓക്കെ, അതിലും ബോഡിയാണ് എനിക്ക് ഇങ്ങോട്ട് കിട്ടാറ്. മൈൻഡ് ഞാൻ കുറേ മുമ്പ് സെറ്റാക്കിയിട്ടുണ്ട്. സോളും ദാറ്റ്സ് വാട്ട് ഐ ഫീൽ സെറ്റാക്കിയിട്ട്. പക്ഷേ ബോഡി ഇങ്ങോട്ട് കിട്ടണമെന്നില്ല. അതിന് ബോഡി കയ്യിലേക്ക് വന്നപ്പോൾ യുറീക്ക എന്ന് പറഞ്ഞില്ലേ, കണ്ടെത്തി കഴിഞ്ഞു എന്നൊരവസ്ഥ ഫീൽ ചെയ്ത് ഭയങ്കര ആവേശത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യനല്ലേ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചതിൻ്റെ ഫുഡ് പോയ്സൺ ആവാം, ചിന്ത വരെ മാറും, ബോഡീൻ്റെ നേച്ചർ മാറും. വളരെ ഈസി ആയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതൊന്നും മാറൂലേ, എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണോ? ഇതെന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാനിങ് നടത്താൻ പറ്റില്ലേ. കാരണം നമ്മൾ ഏത് സമയത്ത് ഏത് കോലത്തിലാണെന്നൊരു പിടിയില്ലല്ലോ. നമ്മളിപ്പോൾ വളരെ വീക്കായിട്ടുള്ള സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഈ അവസ്ഥ. ഇപ്പോൾ ഞാനൊരു ട്രെയിനറായ എനിക്ക് ഇപ്പോൾ ആളുകളെയൊക്കെ വിളിച്ച് ട്രെയിനിങ് നടത്തി ഫീസൊക്കെ വാങ്ങിച്ച് നടത്തുമ്പോൾ ആ ദിവസം എൻ്റെ മൂഡ് ശരിയല്ലെങ്കിൽ, അന്ന് അസുഖം വന്നാൽ അല്ലെങ്കിൽ ഫുഡ് പോയ്സൺ പറ്റിക്കഴിഞ്ഞാൽ, പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ, വർഷങ്ങളായിട്ട് സംഭവിച്ചിട്ടില്ല. അത് വേറെ വിഷയം. ഇപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് അറിയാം, എൻ്റെ നേച്ചർ അറിയാവുന്നതുകൊണ്ട് എനിക്ക് എന്ത് എപ്പോൾ എങ്ങനെ വേണം എന്നുള്ളത് ഇപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തീരുമാനിക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന സമയത്ത് ഇന്ന ടൈമിൽ എൻ്റെ മൂഡ് ഇന്നതായിരിക്കണം. അതിലുള്ള ഫുൾ സംഭവങ്ങൾ ഞാൻ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അനുയോജ്യമായത് നിങ്ങൾക്ക് അറിയിച്ചു തരാം. നിങ്ങൾക്കത് ചിന്തോദ്യോപകമായിരിക്കും, നിങ്ങൾക്ക് സഹായകമായിരിക്കും. അത് ഞാൻ പോകെ വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, യു വിൽ ഗെറ്റ് വിറ്റൽ ഇൻഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് യുഗമാണ്, അറിയാമല്ലോ. നമുക്കിങ്ങനെ നീട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളിപ്പോൾ നമ്മുടെ കഴിവ് മൊത്തത്തിൽ പുറത്തെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. ഈ അറിവുകളൊക്കെ നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്, ഈ വേർഡ് പരിചയപ്പെടണം. ഈ സമയം കടന്നു പോകും. അപ്പോൾ ഞാനൊരിക്കൽ ഈ ജിമ്മിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് നിന്ന സമയത്ത് നോക്കിയ ബോഡി തലേന്ന് നോക്കിയപ്പോൾ കുറച്ച് മസിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണും മസിലും കാണില്ല, മൊത്തത്തിൽ ശരീരമൊക്കെ അയഞ്ഞ് കിടക്കണം. അപ്പോൾ ഇതൊന്നും നടക്കണില്ല, ഇതൊന്നും നടക്കൂല, ഇത് എത്ര ചെയ്താലും ശരിയാവില്ല എന്ന ഒരു ചിന്ത വന്ന സമയത്ത് എൻ്റെ തലയിൽ അന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നത് ഈ സമയം കടന്നു പോകും. മനസ്സിലായി? അതുകൊണ്ട് എനിക്കെന്ത് പറ്റി, ഇതേ കുറേ മുമ്പൊക്കെ എനിക്ക് നിരാശകൾ വന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്ത് വെച്ചതാണ്. എനിക്ക് മനസ്സിലായി ഈ സമയം കടന്നു പോകും. അതിനെന്താ പരിഹാരം എന്ന് എനിക്കറിയാം. അതിനോ ദർസ് എ സൊല്യൂഷൻ. അത് ഫുഡ് പോയ്സണിങ് ആയിരുന്നു. അന്ന സമയത്ത് എന്തോ കഴിച്ചപ്പോൾ തലക്ക് മനുഷ്യനും ശരീരത്തിലൊക്കെ പറ്റിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരിഹാരം എന്താണെന്ന് എനിക്കറിയാം. ഓക്കെ, പക്ഷേ ആ പരിഹാരം തലയിൽ വരണമെങ്കിൽ നിരാശപ്പെട്ടാൽ നടക്കുമോ?
ഇതിന് പരിഹാരം ഉണ്ടെന്നുള്ളൊരു ബോധം നമുക്ക് വേണ്ട. അപ്പോൾ അതെൻ്റെ തലയിൽ വന്നു. അതെന്തുകൊണ്ടാണ് ഞാൻ പരിശീലിച്ചോട്ടെ. അത് കണ്ടാ പറയണത് പ്രാക്ടീസ്. ഓക്കെ, ഈ സമയം കടന്നു പോകും. ഞാനീ പറഞ്ഞത് ഓർക്കണം. എപ്പോഴെങ്കിലും നിരാശനായി ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഈ ഗോപിനാഥ് മുതുകാടല്ലേ, പുള്ളിയുടെ വീഡിയോസൊക്കെ അല്ലേ മോട്ടിവേഷണലായിട്ട് നല്ല വൈറലായി പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഈയിടെ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ പുള്ളിക്ക് ഇതുപോലെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ നിരീക്ഷിക്കുന്നതുകൊണ്ട് കുറച്ചൊരു മോട്ടിവേഷൻ കുറഞ്ഞ പോലെ തോന്നി. അതായത് പുള്ളിയുടെ വീഡിയോകളൊന്നും മുമ്പ് അത്ര ഷെയ്ഡാകുന്നില്ല, വ്യൂസ് വരുന്നില്ല, ലൈക്സ് വരുന്നില്ല. അത് ആളുകൾക്ക് മനസ്സിൽ വന്നൊരു വ്യസനം മാത്രമല്ല അതിൻ്റെ കാരണം. അദ്ദേഹത്തിന് തന്നെ ഒരു തിരിച്ചടി വന്നപ്പോൾ കുറച്ചു കാലം വന്നൊരു വിഷയമായിരിക്കും അത്. അപ്പോൾ ഒരു പോസിറ്റീവ് സൈൻ പുള്ളിയുടെ ഇതിൽ ഞാൻ കാണാമെന്ന് വെച്ചാൽ, എന്നാലും വീഡിയോ ഇടൽ നിർത്തിയിട്ടില്ല. ആളുകൾ കാണുന്നുണ്ടോ എന്നുള്ളതൊന്നും പുള്ളിയുടെ വിഷയമല്ല. പുള്ളി അത് നിരന്തരമായിട്ട് ചെയ്യാനുള്ളത് ചെയ്ത് ഇപ്പോൾ വീണ്ടും ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ വ്യൂസും ഷെയർസും കൂടി വരുന്നുണ്ട്. സോ ഈ സമയം കടന്നു പോകും, എല്ലാവർക്കും ആർട്ടിക്കിൾ പറ്റും. പക്ഷേ ഇറ്റ്സ് ടെമ്പററി, താൽക്കാലിക. റിമെമ്പർ ദിസ്, ഈ സമയം കടന്നു പോകും. ഓൾ ദ ബെസ്റ്റ്. സ്റ്റേ ട്യൂൺ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പോകാന്നേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാനസികമായ തലം, ആശ്വാസം, സന്തോഷം, ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, ഓൾ ദ ബെസ്റ്റ്. ഫോർ ദ ടൈം ബീങ് ഞാൻ നിർത്തട്ടെ.